അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കണ വീഡിയോ ഒന്നുമില്ല, കാരണം എൻ്റെ ഉമ്മാക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ എണ്ണക്കടികളൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കണതും അതേപോലെ നോമ്പ് തുറക്കണതും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ച് നിങ്ങൾ മടുത്തിട്ടുണ്ടാവില്ലേ? എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിലും കൂടി ഒന്ന് കാണട്ടെ, കാരണം ഇന്ന് വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കണില്ല. പിന്നെ ടാങ്ക് കലക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ജ്യൂസ് അടിച്ചത് ഞാൻ ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നൊന്നും റമദാനിൻ്റെ വീഡിയോ ഇടൂല. എനിക്ക് വെയ്ക്കണ അന്ന് മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്നും ഇടാൻ ഞാൻ ശ്രമിക്കാം. സ്പെഷ്യൽ ഉണ്ടാക്കണ അന്നൊക്കെ എന്തായാലും ഞാൻ വീഡിയോ എടുക്കും കേട്ടോ, അത് ഉറപ്പാണ്. അതേപോലെ തന്നെ ഇനിയും ഉമ്മാൻ്റെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് കാണിച്ചു തരാണ്ട്. ഉമ്മാക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസ് ഉമ്മ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഉമ്മ ഇവിടെ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ വത്തക്കൊക്കെ വെട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോഴേക്കും. അതുകൊണ്ട് എനിക്ക് അതും വീഡിയോ എടുക്കാൻ നേരം പോലെ പറ്റിയിട്ടില്ല. പിന്നെ എണ്ണക്കടിയൊക്കെ ഒന്ന് പുറത്തുനിന്ന് വാങ്ങുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിവട, അതേപോലെ സമൂസ, പിന്നെ മുട്ട ബജിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഉമ്മ വന്നിട്ട് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം വീണ്ടും സമൂസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഒക്കെ മേശമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പം വന്നത് കേട്ടോ സമൂസേറ്റ്. അപ്പോൾ പിന്നെ അതും കൂടെ ഇതൊക്കെ സെറ്റാക്കി വെക്കുകയാണ് ചെയ്തത്.
അങ്ങനെ ഇതാ നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്ക് ചായക്ക് ചിക്കൻ കറി ഉമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി പുറത്തുനിന്ന് വാങ്ങി. അതേപോലെ ഇന്നലത്തെ പൊറാട്ട ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. ഇന്നലെ ആരും പൊറാട്ട നേരം പോലെ കഴിച്ചിട്ടില്ല, കാരണം ഉമ്മ തേങ്ങാച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇൻഷാ അള്ളാ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.